അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നീങ്ങിക്കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സിനാണ് അസൂയ എന്ന് പറയുന്നത്. ഇന്നത് പൊതുവെ ആളുകളിൽ സിംഹഭാഗവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വീട് വെച്ചവനെ കാണുമ്പോൾ, നല്ലൊരു വാഹനമുള്ളവനെ കാണുമ്പോൾ, നല്ലൊരു സാമ്പത്തിക നിലവാരത്തിൽ ജീവിക്കുന്നവനെ കാണുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, അവൻ്റെത് നീങ്ങണമെന്ന ഒരു ദുഷ്ടലാക്ക് പിശാച് പലരുടെയും മനസ്സിൽ ഇട്ട് തരുന്നൊരു സംഗതിയാണ്. ഇത് ഇന്നത്തെ തലമുറയുടെ മാത്രം പ്രത്യേകതയല്ല. മനുഷ്യകുലം എന്നുണ്ടായിട്ടുണ്ടോ അന്ന് കൂടപ്പറപ്പായിട്ട് ഈ മനസ്സ് ഉണ്ട് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്ലീസ് കൂട്ടാക്കാതിരുന്നത് അസൂയ കൊണ്ടായിരുന്നു. ചരിത്രത്തിലെ ഒന്നാമത്തെ കൊലപാതകം ആദം നബിയുടെ മക്കൾ പരസ്പരം നടത്തിയത്, ഖാബീൽ ഹാബീലിനെ വധിച്ചത് ഒരു അസൂയയിൽ നിന്നായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയ സഹോദരങ്ങൾ പൊട്ടക്കഞ്ചിലേക്ക് ഇടാൻ ആ പിഞ്ചു പൈതലിനെ വിടുത്ത് വലിച്ചെറിയാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം അസൂയയായിരുന്നു. ജൂതന്മാർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊരാൾ വരും എന്നും ഇന്നാലിന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ടാകുമെന്ന് സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ ക്ലാരിറ്റിയോടുകൂടെ ജൂതന്മാർക്ക് അറിയാമായിരുന്നു. പക്ഷെ തങ്ങൾ ഉദ്ദേശിച്ച ഒരു ടീമിൽ നിന്നും ആയില്ല എന്നൊരു അസൂയ കൊണ്ടാണ് ആ സത്യം അവർ സ്വീകരിക്കാതിരുന്നത്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർക്കും ആദർശം വ്യക്തമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലെ കുറച്ചുകൂടി തലയെടുപ്പുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്നായിരുന്നു വരേണ്ടത്. ഇതിപ്പോ കുറച്ച് ഡിഗ്രി കുറഞ്ഞു പോയല്ലോ എന്ന ആ ഒരു അസൂയ കൊണ്ടായിരുന്നു അവർക്കും ആ ദീന് കിട്ടാതെ പോയത്. മദീനയിലെ ജൂതന്മാരും അതേപോലെ തന്നെ മുനാഫിക്കുകളും ഒക്കെ കപട സ്വഭാവം പേറി നടക്കാനുള്ള കാരണവും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അസൂയയായിരുന്നു എന്നാണ്. വെറുതെ നാലിച്ചു സുഹൃത്തുക്കളെ, ആ ഒരു അസൂയ കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടതിന്റെ ഘനം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പോലും ഉൾക്കൊള്ളാൻ, ഹിദായത്തിന്റെ മാർഗത്തിലേക്കൊന്നും വരാൻ, സ്വർഗത്തെ അനന്തരം എടുക്കാനുള്ള ഒരു സൗഭാഗ്യമല്ലേ അവർക്കൊക്കെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് മാരകമായ പ്രത്യാഘാതങ്ങളാണ് അസൂയ വെച്ച് പുലർത്തുന്ന ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കാവലിനെ ചോദിക്കാൻ മാത്രം വ്യാപ്തിയുള്ള ഒരു തെറ്റാണത്. ഓരോ വിശ്വാസിയും എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു തവണ സൂറത്തുൽ ഫലക്ക്, ഇഖ്ലാസ്, നാസ് ഓതുന്നില്ലേ സുഹൃത്തുക്കളെ? അതിലൊരു വരി എന്താ? മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അല്ലാഹുവേ, എന്റെ വിഷയത്തിൽ പലരും ഒരു പക്ഷെ അസൂയപ്പെടുന്നുണ്ടാകാം. അങ്ങനെ അസൂയപ്പെടുമ്പോൾ അതിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ഷർറുകളുണ്ട്. അതിൽ നിന്നെല്ലാം നീ എന്നെ കാവൽ നൽകണേ എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മനസ്സിൽ ഒരാളെ കുറിച്ച് അസൂയയുണ്ടെങ്കിൽ അല്ലാഹ് പറയാണ് നമ്മൾ നിന്നും കാവലിനെ ചോദിച്ചോ. അത് കുറച്ച് വിഷമുള്ള സാധനമാണെന്നാ പറയണത്. ആലോചിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണേർ അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. അത് ആരിൽ നിന്നാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അസൂയയോടുകൂടെ നോക്കുന്ന ആളുകളിൽ നിന്നാണ് സംഭവിക്കുക. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയാണോ നിങ്ങൾ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദുകും അലാ ബഅദ്. നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി പലതും കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിച്ചു പോകണ്ട. അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കിയതൊക്കെ നിങ്ങളുടെ അടുത്തെത്തും. ഏറ്റ വ്യത്യാസം പരസ്പരം കാണുമ്പോൾ അതിലൊരിക്കലും നിങ്ങൾ അസൂയ വെച്ച് പുലർത്തരുത് എന്നാണ്. കാരണം അങ്ങനെ ഒരാൾ അസൂയ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, എന്നേക്കാൾ മറ്റുള്ളവർക്ക് അല്ലാഹു കൊടുത്തപ്പോ അവനിൽ നമ്മൾ ഒരു മോശം സ്വഭാവം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് ഏതിനു തുല്യമാണെന്നറിയോ? അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നമ്മളൊരു അതൃപ്തി കാണിക്കലാണത്, അല്ലേ? അവൻക്ക് കൊടുത്തത് റബ്ബാണല്ലോ. ആ കൊടുത്തത് നമുക്കൊരു അടങ്ങറായി തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ്. അല്ലാഹ് പറയാണ്, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഇഹലോകത്തുള്ള അവരുടെ ജീവിത വിഭവങ്ങൾ ഞാനാണത് തീരുമാനിക്കുന്നത്. നീ ആരാ ചോദ്യം ചെയ്യാൻ? ഓരോരുത്തർക്കും എത്ര അളവിൽ കൊടുക്കണം എന്നുള്ളതിന്റെ കൃത്യമായ പ്ലാനിങ്ങും നടപ്പിൽ വരുത്തേണ്ട ഡ്യൂട്ടിയും റഹ്മാനായ റബ്ബാണത്. നമുക്കാർക്കും ചോദിക്കാൻ വകുപ്പില്ല കൂട്ടരെ. അതുകൊണ്ട് പടച്ച റബ്ബ് നമുക്ക് കണക്കാക്കിയത് വരുമെന്നാണ്. ഒരാൾ അസൂയ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവൻ
അള്ളാഹുവിന്റെ വിധിയിൽ അതൃപ്തി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിക്കൊണ്ട് മാറ്റിമറിപ്പിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടരെ വലാ തഹാസദു വലാ തഹാസദു വലാ തബാഗദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ പരസ്പരം ഒരിക്കലും അസൂയ വെച്ച് പുലർത്തല്ലേ, നിങ്ങൾ പരസ്പരം തെറ്റിത്തിരിഞ്ഞ് നടക്കല്ലേ, നിങ്ങൾ പരസ്പരം ദേഷ്യം വെച്ച് പുലർത്തല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ അടിയാന്മാരായിക്കൊണ്ട് സ്നേഹോദര സഹോദരങ്ങളായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കൂ, ജീവിച്ച് കാണിക്കൂ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. എന്തുകൊണ്ടെന്നറിയുമോ? ഒരാളിൽ അസൂയ വന്നു കഴിഞ്ഞാൽ അവന്റെ ദീനിനെ തന്നെ അത് പൊളിച്ചു കളയുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലകും അൽ ഹസ്ദ് വൽ ബഗ്ളാ. മുൻകാല സമൂഹങ്ങൾക്ക് ബാധിച്ചൊരു രോഗം നിങ്ങളിലേക്കും വരിക തന്നെ ചെയ്യുമെന്നാണ്. മുൻകാല നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നേരത്തെ കുറെ ചരിത്രങ്ങൾ പറഞ്ഞു, അതൊക്കെ മുൻകാലത്തുള്ള ആളുകൾക്ക് സംഭവിച്ച കുറെ രോഗമാണ്. ഈ രോഗം നിങ്ങളിലേക്കും എത്തും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു ഏതാണ് രോഗം? ആ രോഗം ഒന്ന് അൽ ഹസ്ദാണ്, അസൂയയാണ്. അത് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഹിയൽ ഹാലിഖത്തു, അത് തുടച്ചു മാറ്റിയിരിക്കുമെന്നാണ്. അത് തുടച്ചു മാറ്റിയിരിക്കുമെന്ന. ലാ അഖൂലു തഹ്ലിഖു ശഅറ, ഒരു ശരീരത്തിൽ നിന്നും മുടിയെ നീക്കം ചെയ്യുന്ന കുറിച്ചല്ല പറഞ്ഞത്. വലാകിന്ന തഹ്ലിഖു ദീന, ഒരുത്തന്റെ ദീനിനെ തന്നെ അത് പൊളിച്ചു കളയുമെന്നാണ്. ഈമാൻ നഷ്ടപ്പെടുമെന്ന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരാളുടെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവന്റെ ഈമാൻ ശരിയല്ല എന്നുള്ളതാ. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറയാ വലാ യജ്തമിഅാനു ഫീ ഖൽബി അബ്ദിൻ അൽ ഈമാനു വൽ ഹസ്ദു, ഒരു അടിമയുടെ മനസ്സിൽ ഒരിക്കലും ഈമാനും അസൂയയും ഒരുമിച്ച് നിൽക്കൂല എന്നാണ്. അപ്പൊ നമുക്ക് ആരുടെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ നല്ല ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്നറിയോ? എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെടുമെന്നാണ്. ശരിയല്ലേ? നമ്മളൊരാളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോ നമ്മുടെ BP, നമ്മുടെ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഒക്കെ ഹൈ ആയിരിക്കും. അസൂയ പുറത്തിപ്പെടണം. പിന്നെ ആരുടെ വിഷയത്തിൽ നമ്മൾ അസൂയ വെക്കുന്നത്? അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അദ്ദേഹം ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ടാവും. അയാളെ കാണുമ്പോഴൊക്കെ ടെൻഷൻ അടിക്കുന്നത് നമ്മളാണ്. അയാളെ കാണുമ്പോൾ മുഴുവനും ടെൻഷൻ അടിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഉരുകി തീരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അസൂയയിലൂടെ ഒരു വ്യക്തി സ്വന്തത്തെ കൊല്ലുന്നു എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം നമുക്ക് കാണാൻ കഴിയും. നിത്യമായ ദുഃഖം അദ്ദേഹം ഏറ്റെടുക്കുന്നു. നിത്യമായ ദുഃഖം അദ്ദേഹം മരിക്കുന്നത് വരെയും അസൂയയുടെ വ്യക്തിയാണെങ്കിൽ, തന്റെ മുമ്പിൽ കാണുന്നവരോടൊക്കെ അസൂയ വെച്ച് കൊടുത്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫുൾ ടെൻഷനിലായിരിക്കും ജീവിതം. മനസ്സറിഞ്ഞ് ചിരിക്കാനോ നല്ല നിലക്കൊന്ന് ചിന്തിക്കാനോ അദ്ദേഹത്തിന് പറ്റാത്ത വിധം സ്വന്തത്തെ കൊന്നു തീർക്കുന്ന തുല്യമാണെന്ന് മഹാനായ അലി ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. അലി റളിയല്ലാഹുവിന്റെ വാചകത്തിൽ നമുക്കിത് കാണാൻ കഴിയും. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ അസൂയയുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ് യഗ്താബ് ഇദാ ഗാബൽ മഹ്സൂദ്. ഒരു അസൂയ നമ്മൾ ഒരാളെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അവനെ പറ്റി പരദൂഷണം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാ. അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ചിട്ട് നിങ്ങൾ വിചാരിക്കണമെന്നില്ല അവനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരാളെങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാൻ നമുക്ക് അദ്ദേഹത്തിന് ഈ മനുഷ്യനിക്ക് അസൂയ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു ഇദാ ശഹിദ, നേരിൽ കാണുമ്പോൾ ഹൃദയത്തിൽ നിന്നല്ലാത്ത അഭിനയ ചിരിച്ചിരിക്കുമെന്നാണ്. ഉള്ളിൽ മുഴുവനും പകയാണ്, ഉള്ളിൽ മുഴുവനും അവന്റെ അനുഗ്രഹങ്ങൾ നീങ്ങണമെന്ന ആഗ്രഹമാണ്, പക്ഷെ പുറത്തേക്ക് ഇങ്ങനെ ചിരിച്ച് കാണിക്കുമെന്നാണ്. മുസീബ, അവനിക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചു എന്നറിഞ്ഞാൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, ആരുടെക്കെങ്കിലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നാ പറയാറ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ? അവനക്ക് കുറച്ച് വരുമാനം കുറഞ്ഞു എന്നൊരു വാർത്ത നമ്മൾ അവനെ കുറിച്ച് കേൾക്കുമ്പോൾ പടച്ചൊരിഞ്ഞിപ്പോ എന്താ ചെങ്ങായ കുടുംബത്തെ പോറ്റം കാട്ട എന്ന് ചിന്തിക്കുന്നതിന് പകരം ഉള്ളിൽ സന്തോഷമുണ്ടോ? അവന്റെ കുറച്ച് പണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ അത് വേണ്ടത് തന്നെ എന്ന് ചിന്തിക്കുന്നവരാണോ നമ്മൾ? അവന്റെ ദുഃഖത്തിൽ നേരിയ സന്തോഷമെങ്കിലും അറിയാതെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അക്ഷരം തെറ്റാതെ പറയാം, സഹോദര, നമ്മുടെ മനസ്സിൽ അസൂയയുണ്ട്, നമ്മുടെ മനസ്സിൽ അസൂയയുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല. അതിനെ പരിപൂർണമായി കൊണ്ട് കഴുകിക്കളഞ്ഞ് ഒരു വിശുദ്ധമായ ഹൃദയം നേടാൻ വിശ്വാസികൾ പണിയെടുക്കണം. അത് മാറ്റിയെടുക്കാനുള്ള വഴികൾ എന്താണെന്നറിയോ? മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അസൂയ അത് മാറാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാം റഹ്മാനായ റബ്ബിന്റെ ഖലാഇന്റെയും ഖദറിന്റെയും അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്ന ഒരു അടിസ്ഥാനപരമായ വിശ്വാസം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ആർക്ക് റഹ്മാനായ റബ്ബ് എന്ത് നൽകിയിട്ടുണ്ടെങ്കിലും എന്ത് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം റബ്ബിന്റെ കണക്കനുസരിച്ചാണ് നടക്കുന്നത്, അല്ലേ?
എനിക്ക് റബ്ബ് കണക്കാക്കിയത് ഇൻഷാ അല്ലാഹ് എനിക്ക് കിട്ടിയിരിക്കും. 4ാമത്തെ മാസം പ്രായമാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളെ ഒരു മലക്കിനെ റബ്ബ് പറഞ്ഞയച്ചിട്ടുണ്ട്. 4 കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അതിലൊരു എഴുത്തെന്താണെന്നറിയോ? നമ്മുടെ റിസ്കിനെ കുറിച്ചിട്ടാണ്. അന്ന് എഴുതി എഴുത്തിൽ നിന്ന് ഒരു ഹർഫ് പോലും ഒരു വറ്റു പോലും കൂടൂല. അന്ന് എഴുതി വെച്ചത് എന്താണോ അത് കിട്ടാതെയും നമ്മൾ പോകില്ല. പിന്നെ നമുക്കെന്ത് ടെൻഷനാണുള്ളത്? അതുകൊണ്ട് ഹലാലായ മാർഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുക, ഒരു ഹറാമിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയാലും കുറഞ്ഞാലൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. പടച്ചോൻ എനിക്ക് കണക്കാക്കിയത് ഉണ്ടെങ്കിൽ അത് വന്നിരിക്കും എന്നൊരു കൃത്യമായ ഈമാനാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പൊ ഒരു വിശ്വാസം നമുക്ക് ഓക്കെയാണെങ്കിൽ, ഖദർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, റബ്ബിന്റെ വിധികൾക്കനുസരിച്ചതൊക്കെ നടക്കുന്നത്, അവനക്ക് റഹ്മാനായ റബ്ബ് ഒരു കുറച്ച് അധികം പണോ സമ്പാദ്യം എന്താകട്ടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ, അള്ളാഹു അവന് അതിന് ശുക്ർ കാണിക്കാനുള്ള തൗഫീഖ് പടച്ചും കൊടുക്കട്ടെ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? അവന് നീങ്ങി കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് കിട്ടാനാ? അവൻ്റെത് നീങ്ങിയോണ്ട് നമുക്ക് എന്തെങ്കിലും മെച്ചണ്ടോ? ഒരു പക്ഷെ എന്താണെന്നറിയോ, നമ്മളെ അടുത്ത് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവന്റെ അടുത്ത് ഉള്ളതായിരിക്കും നമുക്ക് ഉപകാരപ്പെടുക. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മളെ അടുത്ത് ഇല്ല, ഓക്കെ, പക്ഷെ നമുക്കൊരു ആവശ്യം വരുമ്പോ ചിലപ്പോ അവന്റെ മനസ്സിലായിരിക്കും പടച്ചറപ്പ് ഒരു ധ്വനിട്ട് കൊടുക്കുക, അവൻ കുറച്ച് ക്രൈസിസിലാണ്, ഒന്ന് പോയി സഹായിച്ചു കൊടുക്കുന്നുള്ളത്. ആരാ നമ്മുടെ ലൈഫിൽ നമുക്ക് താങ്ങായി തണലായി വരാമെന്നും പറയാൻ പറ്റൂല കൂട്ടരെ. അതുകൊണ്ട് ഈ സംഗതിയെ എടുത്തു മാറ്റാൻ ഒന്നാമതായി കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു കണക്കാക്കിയതൊക്കെയും നമുക്ക് ലഭിക്കുമെന്നാണ്. കണക്കാക്കാത്തത് നമ്മൾ എത്ര പരിതപിച്ചിട്ടും കാര്യമില്ല, അത് കിട്ടൂല. 2ാമത്തെ വഴി എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ കോപത്തിന് താൻ വിധേയനാകുമെന്നുള്ളൊരു ഓർമ്മ നമുക്ക് ഉണ്ടാകണം. നമ്മൾ മറ്റുള്ളവരോട് അസൂയ വെച്ച് പുലർത്തുമ്പോ അത് റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. റബ്ബിന്റെ വിധിയിൽ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അള്ളാഹുവിനെ ഡിസ്റ്റർബ് ചെയ്യലാണ് നമ്മൾ. റഹ്മാനായ റബ്ബിന്റെ കോപം എരന്നു വാങ്ങലാണത്. റബ്ബിന്റെ കോപം എങ്ങാനും നമുക്ക് വന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ വാക്കുകൾ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ മനസ്സിൽ അസൂയ പൊട്ടുന്നുണ്ടോ, പടച്ചോനത് റബ്ബിന്റെ കോപം കിട്ടുന്ന ഏർപ്പാടാണല്ലോ എന്നാണ് കരുതിയിട്ട് അതൊന്നും മെല്ലെ മാറണമെന്നാണ്. 3ാമത്തെ കാര്യം എന്താണെന്നറിയോ? പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? മറ്റുള്ളവരിൽ ഖൈറുകൾ കാണുമ്പോൾ മനസ്സ് തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ റഅ അഹദുക്കും മിൻ നഫ്സിഹി ഔ മാലിഹി ഔ മിൻ അഖീഹി മാ യുഅ്ജിബുഹു, തനിക്കോ തന്റെ സുഹൃത്തിനോ എന്തെങ്കിലും ഒരു അത്ഭുതപ്പെടുന്ന എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം? ഫൽയദ്ഉ ലഹു ബിൽ ബറക, അവന് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറയാൻ കഴിയണം സുഹൃത്തുക്കളെ. അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മനസ്സെന്ന് വരണം, അള്ളാഹു നിനക്കിതിൽ ബറക്കത്ത് നൽകട്ടെ എന്ന്. കാരണം ആ ബറക്കത്തുണ്ടെങ്കിലേ ആ നിഅമത്ത് മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമെന്നറിയോ? മലക്കൾ നമുക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ലെവലേശം പോലും നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാനുള്ള ഒരു മനസ്സ് ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. 4ാമത്തെ കാര്യം എന്താണെന്നറിയോ? 4ാമത്തെ കാര്യം ഒരു പരിപൂർണമായ വിശ്വാസിയാകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പരിപൂർണമായ വിശ്വാസിയുടെ ക്വാളിറ്റി എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരു കറകളഞ്ഞ ഈമാനിന്റെ വക്താവാണെങ്കിൽ അവന്റെ ക്വാളിറ്റി എന്താണെന്നറിയോ? തനിക്ക് താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കേണ്ടവനാണ്. ഞാൻ മാത്രം രക്ഷപ്പെട്ടാ പോരാ, എന്റെ കുട്ടികൾ മാത്രം ഉഷാറായ പോരാ, എന്റെ പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്ത് മാത്രം സ്വസ്ഥയും സമാധാനം ഉണ്ടായാ പോരാ, എല്ലാവർക്കും അത് കിട്ടണം. എല്ലാവരും നല്ല നിലക്ക് ജീവിക്കട്ടെ, ആർക്കും ഒരു മുസീബത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഖൈറാത്തുകൾ വിശ്വാസികൾക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ എന്തെങ്കിലും ചെലവുണ്ടോ സുഹൃത്തെ? നമുക്ക് എന്തെങ്കിലും ചെലവുണ്ടോ? നമുക്ക് പക്ഷെ കൂലിയുണ്ട് അല്ലേ? അവർ മനസ്സ് വെച്ച് പുലർത്തുമ്പോൾ അസൂയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാനും കഴിയും. ഒരുപാട് ഖൈറുള്ള മനസ്സിനുടമയാകാൻ നമുക്ക് കഴിയുമെന്നാണ്. നമുക്കൊരു പരീക്ഷണം നാം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മുസീബത്ത് ആർക്കും വരരുത് എന്ന് ആഗ്രഹിക്കേണ്ടവനാണ് വിശ്വാസി. ആ ഒരു നിലവാരത്തിലേക്ക് ഉയരുമ്പോഴേ പരലോകത്തിലേക്കുള്ള യാത്രക്ക് ഒരുങ്ങുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് 4ാമത്തെ വഴി അതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇങ്ങനെയൊരു മാറ്റം, ഇപ്പൊ മാറാനുള്ള വഴികളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു മാറ്റം നമുക്ക് സാധ്യമാകാൻ കഴിഞ്ഞാൽ അവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? അവന്റെ ജീവിതം മുഴുവനും നന്മയിലായിരിക്കുമെന്നാണ്. ഈ മനസ്സിൽ ഈ മുസീബത്തിനെ മാറ്റി വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൽ നിന്നും ഖൈറേ ഉണ്ടാകുള്ളൂ, ഖൈറേ ഉണ്ടാകുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലാ യസാലു നാസു ബിഖൈരിൻ മാ ലം യതഹാസദു.
അവർ പരസ്പരം അസൂയ വെക്കാത്ത, ഈഗോ വെക്കാത്ത, കുശുമ്പില്ലാത്ത, കുനുട്ടില്ലാത്ത, പകയില്ലാത്ത ഒരു മനസ്സുണ്ടോ അവനിക്ക്, അവർ നന്മയിലായിരിക്കുമെന്നാണ്. പിന്നെയും അള്ളാൻ റസൂൽ പറഞ്ഞു സ്വർഗ വഴി എളുപ്പമാകുമെന്നാണ്. അള്ളാൻ റസൂൽ മദീനത്തെ പള്ളിയിൽ വാതിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇനി അതിലൂടെ വരുന്നൊരു മനുഷ്യൻ സ്വർഗാവകാശിയാണ്. 3 ദിവസം പ്രവാചകൻ ആവർത്തിച്ചപ്പോഴും വന്നത് അനുസ്വാരികളിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ കൂടി സ്വഹാബത്ത് എന്താണ് ഞങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. നമസ്കാരത്തിലെ വർധനവല്ല, അദ്കാറുകളിൽ വർധനവർ കണ്ടില്ല. വീട്ടിലടക്കം പോയി രാപ്പാർത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവസാനം ഗത്യന്തരമില്ലാതെ ചോദിച്ചു, അല്ല നിങ്ങൾ ഇങ്ങനൊരു പ്രവാചകൻ പറഞ്ഞപ്പോ 3 ദിവസം വന്നത് നിങ്ങളാണ്, ഞങ്ങളൊക്കെ ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്താ ലൈഫിൽ ശ്രദ്ധിക്കുന്നൊരു പോയിന്റ് ആണെങ്കിൽ പറഞ്ഞിരുന്നു പറഞ്ഞപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് ആദ്യം പറയുകയും പിന്നെ അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മാ ഹുവ ഇല്ലാ മാ റഅയ്തു, എനിക്കൊരു കാര്യം പറയാണ്, ഞാൻ എന്റെ ലൈഫിൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്നറിയോ, വയറഅന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിഷൻ വലാ ഹസദൻ. ഞാൻ എന്റെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, പകയില്ല, ഒന്നും വെക്കലില്ല എന്നതാണ്. അത് കേട്ടപ്പോൾ സ്വഹാബിക്ക് മനസ്സിലായി. ഫഖാല അബ്ദുല്ലാ ഹാദിഹി അല്ലതി ബലഗത് ബിക വഹിയ അല്ലതി ലാ നുതീക്, ഇത് തന്നെയാണ് താങ്കൾക്ക് ഇഹലോകത്ത് വെച്ച് അള്ളാഹ് റസൂൽ സ്വർഗ്ഗമുണ്ടെന്ന് പറയാനുള്ള കാരണവും ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കാതെ പോയതും എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിൽ കഴിവിന്റെ പരമാവധി മുസീബത്തിനെ മാറ്റി വെക്കുമ്പോൾ റഹ്മാനായ റബ്ബിലേക്ക് നമ്മൾ അടുക്കും. സ്വർഗ്ഗ വഴി നമുക്ക് വേണ്ടി തുറക്കപ്പെടും. എല്ലാ നിലക്കും ഹൈറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതല്ല നമ്മുടെ കർമ്മങ്ങൾ പൊളിയാൻ അത് മതിയാകും. ജീവിതത്തിൽ ഒരു വൃത്തികെട്ട മനസ്സും പേറി നാട്യത്തോടുകൂടെ നടക്കുന്ന ഒരു നിഫാക്കിന്റെ പണിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവും. സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ഫുള്ള് അതൃപ്തിയായിരിക്കും. റബ്ബ് നമുക്ക് നൽകിയതിൽ എപ്പോഴും നീരസമായിരിക്കും. മനസ്സ് തട്ടി അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നന്ദി കെട്ടവനായിക്കൊണ്ട് നമ്മൾ മാറും. അതൊന്നും ഇല്ലാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുസ്വഭാവത്തെ എന്ത് വില കൊടുത്തും എന്തൊക്കെ പരിശീലിച്ചും എന്തെല്ലാം ചെയ്തിട്ടാണോ സുഹൃത്തുക്കളെ മാറ്റിവെക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള തൃപ്തികരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളിലെ ഏറ്റവും ഗൗരവമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയ ഒന്നാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഇന്ന ഷിർക ലദുൽമുൻ അദീം. നഊദു ബില്ലാഹ്, നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാട് ഷിർക്കൻ ആശയങ്ങളെ കൊണ്ട് മുഖരിതമാണ് എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഒരു ബഹുമത സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നുള്ള നിലക്ക് വ്യത്യസ്തങ്ങളായ ചിന്താധാരകളും ആശയങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉള്ള ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. നാം പോലും അറിയാതെ അത്തരത്തിലുള്ള ഷിർക്കൻ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും വരാൻ ചാൻസ് ഉണ്ട് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഒരു കട്ടുറുമ്പ് ശരീരത്തിലേക്ക് കയറി വരുന്ന നമ്മൾ എത്ര ഗോപ്യമാണോ അതിനേക്കാൾ ഗോപ്യമായി ഷിർക്കിന്റെ പൊടിപടലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഷിർക്കിനെ കുറിച്ച് എപ്പോഴും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഷിർക്കൻ വിശ്വാസങ്ങളിൽ തന്നെയും ഏറ്റവും ഗൗരവമുള്ളത് ഏതാണെന്നറിയോ? ഷിർക്കൻ വിശ്വാസങ്ങൾ പറയും പല നിലക്കുണ്ട്. അതിൽ ഏറ്റവും ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒന്നാണ് അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് വാദിക്കുക. അള്ളാഹുവിനൊരു കുഞ്ഞുണ്ട് എന്ന് വാദിക്കുന്നതാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള ഷിർക്ക് എന്ന. എത്രത്തോളമാണ് റഹ്മാനായ റബ്ബിന് ആ വാദഗതി അലോസരപ്പെടുത്തുന്ന, ദേഷ്യം പിടിപ്പിക്കുന്ന ചോദിക്കുമ്പോൾ സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആകാശഭൂമികളൊക്കെ പടച്ച റബ്ബ് പൊളിച്ചു കളയുമെന്നാണ്. അത് പർവ്വതങ്ങളൊക്കെ ഇടിച്ച് തരിപ്പണമാക്കാൻ മാത്രം റഹ്മാനായ റബ്ബിനെ കോപാകുലനാക്കി കളയുന്ന കാര്യമാണ് അവർ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. റഹ്മാനായ റബ്ബിന് അങ്ങനത്തെ ഒരു ഏർപ്പാടേയില്ല, അതൊരിക്കലും യോജിച്ചതല്ല എന്നതാണ്. സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്ന ആരും അങ്ങനെ വിശ്വസിക്കുന്നു എന്നതുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഈ വിശ്വാസത്തെ
നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്തു പോകുന്ന, ഒരു മൗനാനുവാദം കൊടുക്കുന്ന ഒരു താഴെ തട്ടിൽ പോലും നമുക്കത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ ഭാഗത്ത് ഒരു നിലക്കുള്ള സഹകരണം ഉണ്ടാകരുത്. വിദ്യാലയങ്ങളിലാകട്ടെ, സ്ഥാപനങ്ങളിലാകട്ടെ, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ന് ക്രിസ്മസുമായി ബന്ധപ്പെട്ട പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അതിലേക്ക് പോകാൻ ഒരു വകുപ്പുമില്ല എന്ന് മാത്രമല്ല, സദൃശ്യപ്പെടാൻ പോലും പാടില്ല. ആ ആഘോഷത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റാർ നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്ഥാപനത്തിൽ തൂക്കുക എന്നുള്ളത് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഏർപ്പാടാണ്. ഏതിനാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നഖശികാന്തം എതിർത്തൊരു ആശയത്തെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സുഹൃത്തുക്കൾ പറയാം? സൂറത്തുൽ ഇഖ്ലാസിനോട് ഒരു ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റുമോ? അല്ലേ? ലം യലിദ് വലം യൂലദ് എന്ന് ഓരോ ദിവസവും എത്ര തവണയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിൽ നിന്ന് പരിപൂർണമായിക്കൊണ്ട് നമ്മളും നമ്മുടെ മക്കളും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിന് സുഹൃത്തുക്കളെ അറിവിന് വലിയ പ്രാധാന്യമുണ്ട്. അറിവ് നുകർന്നാൻ എന്തൊക്കെ അവസ്ഥകളുണ്ടോ, എന്തെല്ലാം ചാൻസുകളുണ്ടോ, അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ഉപയോഗിക്കണം. അതിൽ ഏറ്റവും ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് ഈ വായന എന്ന് പറയുന്നത്. വായിച്ചുകൊണ്ട് നേടുന്നത് സുഹൃത്തുക്കൾ അത് കുറച്ചും കൂടി ഉറച്ചു കിട്ടുന്ന ഏർപ്പാടാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെല്ലാം പങ്ക്തികൾ വരുന്നു, എന്തെല്ലാം നമ്മൾ വായിക്കുന്നു. ഒരു ദിവസം ഒരു 10-20 മിനിറ്റൊക്കെ പത്രം വായിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളുകളുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്ന പല പങ്ക്തികളിലും അള്ളാന്റെ ദീന് കിട്ടുന്ന എത്ര ഏർപ്പാടുകളുണ്ട് സുഹൃത്തുക്കളെ. അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് നേർപ്പദം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ പ്രചരണ മാസത്തിലാണ് നമ്മളുള്ളത് സുഹൃത്തുക്കളെ. ഒരു മണിക്കൂർ മാത്രം, 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ വായിച്ചു തീർക്കാവുന്ന, ഒരാഴ്ചയിൽ 10 രൂപ മുടക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഓരോ സമയത്തും ഇസ്ലാമികപരമായി കൊണ്ടുള്ള നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാമിക നിലപാട് കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുപാട് ഏരിയകളിൽ നിന്നുള്ള കൃത്യമായ അറിവ് നമുക്കും നമ്മുടെ മക്കൾക്കും ഭാര്യമാർക്കും ഉമ്മമാർക്കും ഒക്കെ വ്യത്യസ്തങ്ങളായ നിലക്കുള്ള ലേഖനങ്ങളും മറ്റുമൊക്കെ കിട്ടുന്ന ഒരു വൈജ്ഞാനിക വിഭവം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ എത്ര പേർ അത് യൂസ് ചെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് ഒരു മണിക്കൂർ ആഴ്ചയിൽ മാറ്റിവെച്ച് നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രചരണം നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ അതിന്റെ വരിക്കാരാകാൻ, അതിലുപരി വായനക്കാരാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ മക്കൾ സുഹൃത്തുക്കളെ അവരുടെ ഒരു വളർച്ചയെക്കുറിച്ച് ആവലാതിപ്പെടുന്ന, വേവലാതിപ്പെടാത്ത ഒരു മാതാവും പിതാവും ഉണ്ടാകില്ല എന്നതാണ് സത്യം. കാരണം അത്രമേൽ ഗൗരവ സ്വഭാവത്തിൽ നമുക്ക് എന്താകും ഇനി അടുത്തൊരു തലമുറ എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പകച്ചു നിൽക്കുന്ന കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സമകാലിക സാഹചര്യം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പലപ്പോഴും മക്കളൊക്കെ ശരിക്ക് വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുക എന്ന് ആശങ്കിച്ച് നിൽക്കുന്ന ആളുകളാണ് പൊതുവെ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ളത്. സുഹൃത്തുക്കളെ, പരിഹാരം ഒന്നുമില്ല, ലോകത്തെ ഒന്നടങ്കം നമുക്ക് മാറ്റാൻ പറ്റൂല. പക്ഷെ നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരു ദിശാബോധം കൊടുക്കാൻ നമുക്ക് കഴിയും. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചെയ്യണ്ടേ. അതുകൊണ്ട് എവിടെ തുടങ്ങണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കൗൺസിലറിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചു പോകുന്നതിനപ്പുറത്ത് അള്ളാഹു നമുക്ക് നൽകിയ കുഞ്ഞു മക്കളെ ഇളം പ്രായത്തിൽ നിഷ്കളങ്കമായ സമയത്ത് അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ദീനിന്റെ പ്രസക്തിയൊക്കെ ആ കുരുന്നു മനസ്സിന്റെ ഉള്ളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ വിജയിക്കും. ആ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മുടെ മക്കളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെറിയ ഒരു പ്രോഗ്രാം നമ്മൾ വെച്ചിട്ടുണ്ട്. 24-ാം തീയതി ചൊവ്വാഴ്ച ആലത്തൂരുള്ള ആലിയ മഹൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ കുട്ടികൾക്ക് ഒരു 3-4 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഉച്ചഭക്ഷണത്തോടു കൂടെ പിരിയുന്ന രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങി ഉച്ചയോടുകൂടെ തീരുന്ന ഒരു പ്രോഗ്രാം. ഒന്നുമില്ല, അവരോട് വരും, കുരുന്നു മക്കൾ ഒന്നിച്ചിരിക്കും, റബ്ബിനെ കുറിച്ച് അവർ കേൾക്കും, പ്രവാചകനെ കുറിച്ച് അവർ അറിയും, അവരുടെ മനസ്സിൽ പരമാവധി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സന്നിവേശിക്കുന്ന ഒരു പ്രോഗ്രാം. സുഹൃത്തുക്കളെ, മക്കളുണ്ടോ നമുക്ക്? നമ്മുടെ അധികാര പരിധിയിൽ മക്കളുണ്ടോ? കൊണ്ടുപോയി ആക്കാൻ കഴിയണം സുഹൃത്തുക്കളെ. അവരുമായി ബന്ധപ്പെട്ട് എന്തൊരു കാര്യത്തിനും വലിയ ആവേശം കാണിക്കുന്നവർ നമ്മൾ. പക്ഷേ അള്ളാഹു നൽകിയ മക്കളിൽ അള്ളാഹിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന എത്ര സദസ്സുകളിലേക്ക് നമ്മുടെ ചെറിയൊരു തുക നമ്മൾ ചെലവാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന ചോദ്യത്തിന് തൃപ്തികരമായൊരു മറുപടി നമുക്കുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇൻഷാ അള്ളാഹ് ഈ ഒരു അവസരത്തെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തണം. അതിലേക്ക് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. പുറത്തെ സ്റ്റുഡൻസിന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് നമ്മുടെ മക്കളെ അതിലേക്ക് ചേർക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും എല്ലാ നിലക്കും ദീൻ ഉൾക്കൊള്ളുവാനും അത് പ്രചരിപ്പിക്കുവാനും നമ്മുടെ വരും തലമുറയെ ഏറ്റവും നല്ല രൂപത്തിൽ ദീൻ കൈമാറ്റം ചെയ്യുന്നിടത്ത് ഗണ്യമായ പങ്ക് വഹിക്കാനും ഒക്കെയുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ.
അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ, അള്ളാഹുവിലൂടെ കബറുകൾ വിശ്രമിക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, അള്ളാഹുവേ, എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കേൾക്കുന്നതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വിശാലമായ സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരിക്കുമ്പോഴേക്കും ഈമാൻ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.